നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും മറ്റ് പ്രചരണ തന്ത്രങ്ങളുമായി തിരക്കിലാണ്. സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിച്ചുവെന്നത് നമ്മൾ കണ്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് CPM. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റും ജാമ്യവും അടക്കം പ്രചാരണ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭയിലടക്കം വലിയ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടു. ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്ത് ഭക്തർക്കൊപ്പം നിന്ന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച BJPയുടെ ഭാഗത്തു നിന്ന് പക്ഷേ തന്ത്രിയുടെ അറസ്റ്റോ അതുമായി ബന്ധപ്പെട്ട് CPMന്റെ ന്യായീകരണങ്ങളോടുള്ള പ്രതികരണങ്ങളൊന്നും വലിയ കാര്യമായി ഉണ്ടായി കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? പൊതുജനം ഉന്നയിക്കുന്ന ഒരു സംശയമാണത്. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഏത് വിധത്തിലായിരിക്കും BJPയുടെ പ്രചരണ രീതികൾ? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം BJP വക്താവ് ശ്രീ PR ശിവശങ്കരൻ ചേരുകയാണ്. നമസ്കാരം. എന്താണ് BJPയുടെ ഒരു തന്ത്രങ്ങൾ? തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ അത് മാധ്യമങ്ങളോട് പൊതുജനങ്ങളോട് പറയേണ്ട തന്ത്രങ്ങളുണ്ട്, പറയാതിരിക്കുന്ന തന്ത്രങ്ങളുണ്ട്. ഒന്ന്. രണ്ട്, ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഒരു പ്രത്യേക തന്ത്രം അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പോലും അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നത് ആധുനിക കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ ഡിസിഷൻ അല്ല, അല്ലെങ്കിൽ ഒരു യോജിപ്പല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിന് ഓരോ നിയോജക മണ്ഡലത്തിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്. അത്തരം സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ സ്ഥാനാർത്ഥികളെ അനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ വരുന്ന സ്ഥാനാർത്ഥികൾ, അവരുടെ വിന്നബിലിറ്റി, അവരുടെ അഡ്വാൻറ്റേജ്, അതൊക്കെ അനുസരിച്ച് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചില പൊസിഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഒരു തന്ത്രം കേരളത്തിന് മാത്രമായി എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കുന്ന വളരെ ജനകീയമായ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ LDFനും എതിരായ ഒരു ശക്തി ഉയർന്നു വരണമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് UDF അല്ല. കാരണം UDF പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അതുകൊണ്ടൊരു ജനാധിപത്യ മതേതരത്വ സ്വഭാവമുള്ള ഭരണകൂടം കേരളത്തിൽ വരണമെങ്കിൽ ഇന്ന് NDAക്ക് സാധിക്കുകയുള്ളൂ എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ട് CPMനെതിരെ അതുപോലെ തന്നെ UDFൻ്റെ മത തീവ്രവാദ ശക്തികൾ നിയന്ത്രിക്കുന്ന UDFൻ്റെ കോൺഗ്രസിൻ്റെ മുന്നണിക്കെതിരെയും കൂടിയിട്ടുള്ള ശക്തമായ വിലയിരുത്ത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കേരളം മുഴുവൻ ഞങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണവും അതിൻ്റെ ഒരു നരേഷനും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക, അതിൽ ഒതുങ്ങി നിന്നിരുന്നു BJP. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. കൂടുതൽ മണ്ഡലങ്ങൾ കൈപ്പിടിയിലാക്കുക, അതിനുവേണ്ടി എന്തൊക്കെയോ ആസൂത്രങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അണിയറയിൽ. അങ്ങനെയൊന്നുണ്ടോ? ഇതെല്ലാം ഈ നമ്മളുടെ എല്ലാം ഒരു ചിന്തകൾക്കപ്പുറമാണ് പലപ്പോഴും രാഷ്ട്രീയം റിസൾട്ട് വരുന്നത്. ഇപ്പോൾ നോക്കൂ, ത്രിപുരയിലെ റിസൾട്ട് BJPക്ക് എത്രയായിരുന്നു പെർസെൻറ്റേജ്? സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ചില സംസ്ഥാനങ്ങളെങ്കിലും വലിയ മുന്നേറ്റം BJPക്ക് 40% എത്തുന്നത് വെറും 12-15%-ാണ് 40% എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഒരു ആളും പറയാത്ത സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു സുരേഷ് ഗോപി വിജയിക്കും. ഈ എക്സിറ്റ് പോളുകൾ പോലും സുരേഷ് ഗോപിയെ തോക്കും എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഞങ്ങളുടെ ഓരോ അക്കൗണ്ടുകളും പൂട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓരോ ജോബൽ ആ കാലഘട്ടത്തിൽ ജയിച്ചിരുന്നു. അതിനു മുൻപ് NDAയുടെ മറ്റൊരു MP തോമസ്, അദ്ദേഹം മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചിരുന്നു. ഇത്തരത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇത്തവണ വളരെ പാകമായ അല്ലെങ്കിൽ ഇരു മുന്നണികൾക്കുമെതിരെയുള്ള അതിശക്തമായ വികാരം ഇന്ന് കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ തരംഗം അത് ഉണ്ട്. ഞങ്ങൾക്കൊരു വിന്നബിൾ കാൻഡിഡേറ്റിനെ നിർത്തിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തായാലും തൃപ്പൂണിത്തുറയായാലും പാലക്കാടായാലും ഒരു വിന്നബിൾ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടെങ്കിൽ, അത്തരം കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ UDFനെയും കോൺഗ്രസിനെയും എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരായ ശക്തമായ വികാരം BJPക്ക് അനുകൂലമായി കിട്ടും. അതൊരു വിന്നബിലിറ്റി ഉള്ള കാൻഡിഡേറ്റിനെ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്ട്രാറ്റജി, അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ധാരാളം മണ്ഡലങ്ങൾ BJPക്ക് അനുകൂലമായിട്ടാണ്. അതുകൊണ്ട് പെർസെൻറ്റേജ് അല്ല, ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു സക്സസ്. ഒരു നല്ല ഏരിയ, നല്ല നമ്പർ ജയിക്കാൻ പോകുന്നു. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രഖ്യാപനം അത് എന്നത്തേക്ക് പ്രതീക്ഷിക്കാം?
അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് BJPയുടെ. കാരണം അത് സർവേകളും ബാക്കി അത് ബേസ്ഡ് ഓൺ സെവറൽ സർവേസ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഒക്കെ സർവേ നടക്കുന്നുണ്ട്. രണ്ട്, ഞങ്ങളിലേക്ക് ധാരാളം പുതിയ ആളുകൾ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പറവൂർ നിയമസഭ ഭാഗത്തുള്ള അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനൊക്കെ BJPയിൽ ചേരുന്നു. ധാരാളം ആളുകൾ ഇപ്പം CPM നിന്നും രാജേന്ദ്രൻ അടക്കമുള്ള മുൻ MLA മാർ, ധാരാളം ഇനിയും MLA മാരും ആളൊക്കെ വരാനിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു സ്ട്രാറ്റജി അതിൻ്റെ ഫൈനൽ ഇതിലെത്തിയിട്ടില്ല, സ്ഥാനാർത്ഥികളും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു പക്ഷേ എതിരാളികളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടി ഒരു ശക്തമായ മുന്നേറ്റം നടത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ ആവും വരിക. രണ്ട്, ഞങ്ങൾക്ക് ഒരു ദേശീയ പാർലമെൻ്ററി പാർട്ടി ബോർഡുണ്ട്. അവിടെ നിന്നുള്ള ക്ലിയറൻസ് കൂടെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. സോ മേ ബി ഇവിടെ നിന്നൊരു 2-3 ആളുടെ പേരുകൾ പോകും. ഫൈനൽ വിൽ ബി ഫ്രം ദ സെൻട്രൽ പാർട്ടി ലീഡർഷിപ്പ്. അത് അസാമിലും മറ്റ് പല സ്റ്റേറ്റുകളിലുള്ള കാരണം മേ ബി ഡിലേഡ്, അതേ ഉള്ളൂ. ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. 3 അംഗ പാനൽ ശരിയായിട്ടുണ്ട്. അത് പലപ്പോഴും ഇന്ന് ഈ മാധ്യമങ്ങളിൽ വന്ന പേരുകളായിരിക്കില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പല മണ്ഡലങ്ങളിലെയും പേരുകളൊക്കെ ദിവസങ്ങളായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ കേട്ടത് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം കേട്ടു. അതുപോലെ തന്നെ പത്മജയുടെ പേരൊക്കെയാണ് കേട്ടത്, തൃശ്ശൂരിലും പാലക്കാടുമൊക്കെ. അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാവും. അല്ല, ഇവരൊക്കെ മികച്ച സ്ഥാനാർത്ഥികളാണ്, ഒരു സംശയമില്ല. ഇവർക്കൊക്കെ എല്ലാ സീറ്റ് കിട്ടും. പക്ഷേ ഇവർ നമ്മൾ ഈ ചാനലുകളിൽ പറയുന്ന സീറ്റുകളായിരിക്കുമല്ലോ എന്നുള്ള എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് ആ ജില്ലയിലെ കാര്യങ്ങൾ അറിയില്ല. തീർച്ചയായിട്ടും അവരുടെ പേരുകൾ പലയിടത്തുമുണ്ട്. അവരെല്ലാം മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. അവർക്കെല്ലാം സീറ്റുകൾ. പറഞ്ഞപ്പോഴാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് തന്നെയായിരിക്കുമല്ലോ അല്ലേ? അത് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും വലിയ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആവശ്യമുള്ള പിന്തുണ അവിടെ ഉണ്ട്. കാരണം പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെ മത്സരിച്ച ആൾ കൂടിയാണ്. അതുകൊണ്ടൊന്നും അക്കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളുടെ മികച്ച സ്ഥാനാർത്ഥികൾക്ക് അവരാവശ്യപ്പെടുന്ന സീറ്റ് തന്നെ കിട്ടും. അത് കാരണം വിജയം സുനിശ്ചിതമായ സീറ്റുകൾ, ചിലപ്പോൾ അവരെ 1-2 സീറ്റുകൾ പ്രവർത്തകർ ഇപ്പോൾ പലരെയും കൂടുതൽ സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷ വരുമ്പോൾ എതിരാളിയും കൂടെ വെച്ചുകൊണ്ട് ചില സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർവേകളും അതിലൊരു ബേസിക് ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. ഏതായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യത്തിൽ. ശരി, താങ്കൾ മത്സരരംഗത്തുണ്ടല്ലോ അല്ലേ? ചില മണ്ഡലങ്ങളൊക്കെ കേട്ടു. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഇതുവരെ മത്സരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മത്സരിച്ചാലേ ഈ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റൂ എന്നും വിശ്വസിക്കുന്ന ആളല്ല. പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കില്ല എന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിച്ചില്ലെങ്കിലും എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ UDF-ലേക്കോ CPM-ലേക്കോ ഒന്നും പോകാൻ ഞാനില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റും അതുപോലെ തന്നെ ജാമ്യവുമൊക്കെ പ്രചരണായുധമാക്കുകയാണ് കോൺഗ്രസ്. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമസഭയ്ക്കുള്ളിൽ ഇപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കൂടിയ നിയമസഭ ഇന്നലെയും ഇന്നും പിരിഞ്ഞു. അതിപ്പോൾ അവിടെയും ഇതുതന്നെയാണ് ഉന്നയിച്ചത്, പുറത്തും അത് തന്നെയാണ് ഉന്നയിക്കുന്നത്. നേതാക്കളൊക്കെ അതുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കൊപ്പമാണ്. പക്ഷേ BJPയുടെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും കേട്ടതേയില്ല. എന്തുകൊണ്ടാണത്? എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു പ്രതികരണമാണ്. ഇപ്പോൾ ഇത് മായയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മറ്റു ചില എൻ്റെ സുഹൃത്തുക്കളായ ചാനൽ അവതാരകരും ഇതേ ചോദ്യവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതി, പ്രചരണ രീതി. എനിക്ക് മാത്രമല്ല അത് തോന്നിയത്. അല്ല, അത് ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ നേതാക്കളുടെ പേര് പറയൂ. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നേറിയ എൻ്റെ BJPയുടെ നേതാക്കളുടെ പേര് ഞാൻ പറയാം. ജില്ലാ പ്രസിഡന്റ് അടക്കം സന്ദീപ് വചസ്പതി അടക്കം ധാരാളം പേര് പോയി. രണ്ട്, അതിന് വേണ്ടിയിട്ട് ശക്തമായി പ്രതികരിച്ചത് ഞാനടക്കം ചാനലുകളിൽ ഏറ്റവും നന്നായി പ്രതികരിച്ചത് എനിക്ക് നന്നായിട്ടറിയാം. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ നിശബ്ദരായിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ ഇത് കട്ടായി പോയപ്പോൾ ഞാനാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. ഞാൻ പറഞ്ഞു, അത് രാഹുലാണ് പറയേണ്ടത്, പക്ഷേ ഞാൻ പറയും ഇന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ആ വാജിവാഹനത്തിൻ്റെ കാര്യത്തിലെല്ലാം എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് നൽകിയതെന്നും അദ്ദേഹം അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞത് എന്നിട്ടത് വേണ്ട തിരിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞതും അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായി ചാനലുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലോറുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ഞങ്ങൾ വളരെ ശക്തമായി അതിനുവേണ്ടി സമരം ചെയ്തിട്ടുണ്ട്, പ്രകടനം നടത്തിയിട്ടുണ്ട്, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, BJPയുടെ സമരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ചും ഏത് മാധ്യമങ്ങളാണ് ഏറ്റവും നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്?
പക്ഷേ എനിക്കിങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ശരിയാണ്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത ദിവസം സന്ദീപ് വചസ്പതി അദ്ദേഹത്തിൻ്റെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പോയി. അതൊക്കെ എല്ലാവരും അത് വാർത്തയാക്കിയതാണ്. അതല്ല എൻ്റെ സംശയം, അതല്ല. ഇപ്പോൾ തന്ത്രി പുറത്തിറങ്ങി. തന്ത്രിയുടെ വാദം എന്തായിരുന്നു? യുവതീ പ്രവേശന സമയത്ത് സർക്കാരിനൊപ്പം നിന്നില്ല, അതിനെതിരെയുള്ള ഒരു പ്രതികാരം, അതാണ് ഈ അറസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നില്ല അദ്ദേഹം. അതുമാത്രമല്ല, ശബരിമല നട എല്ലാ ദിവസവും തുറക്കണം, അത് നിത്യപൂജയാക്കണം എന്ന ഒരാവശ്യവും ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. അതിനും രാജീവര് എതിരായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു വൈരാഗ്യമുണ്ട് CPM-ന് എന്നോട്, അതാണ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അത് കോടതിയും ശരിവെക്കുകയാണ്. കോടതി പറയുന്നുണ്ട്, കോടതിയുടെ ഉത്തരവ് താങ്കളും വായിച്ചിട്ടുണ്ടോ, ഞാനും വായിച്ചതാണ്, അതിലൊക്കെ പറയുന്നുണ്ട് ഒരു അണുവിട, ഒരു കണിക പോലും ഇല്ല തെളിവ് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ശരിയല്ലേ, ആചാര ലംഘനത്തിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ്, ആ പകയാണ് അറസ്റ്റായി മാറിയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ കാര്യം ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് അതാണ് പറയുന്നത്, ഒരു തെളിവുമില്ലാതെ എന്തിനാണ് 40 ദിവസം അദ്ദേഹം ജയിലിനകത്ത് കഴിഞ്ഞത് എന്നാണ് ചോദ്യം. അതിന് ആര് ഉത്തരം പറയുമെന്നാണ് ചോദ്യം. അത് പക്ഷേ BJP-യുടെ ഭാഗത്തു നിന്ന് കേട്ടില്ല. കേട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഞങ്ങളെല്ലാം വളരെ വ്യക്തമായി അത് എനിക്ക് തോന്നുന്നത് ശ്രീ പത്മകുമാർ എല്ലാം അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ദൈവതുല്യനായ ആളുകൾ വരെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയം അറിയാവുന്ന സാമാന്യ ബോധം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇത് ഈ പറയുന്ന തന്ത്രിയിലേക്കാണെന്ന്. പക്ഷേ നിയമത്തിൻ്റെ ഭാഗം നോക്കട്ടെ, ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു തന്ത്രിയെ കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ കേസ് വാദിച്ചു, കേസിൻ്റെ റിസൾട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്യാത്ത ആളാണെന്നും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമയത്തെല്ലാം കോൺഗ്രസ് മറ്റൊരു താല്പര്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. കോൺഗ്രസിനെതിരെയും ശക്തമായ ആരോപണങ്ങളുണ്ട്. അത് മറച്ചു വയ്ക്കുവാനായിട്ടാണ് ഇരു മുന്നണികളും ഇത്തരത്തിൽ ഈ തന്ത്രിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നോക്കൂ, അവിടെ കൊടിമര പ്രശ്നം ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. കൊടിമരത്തിൻ്റെ വിഷയത്തിൽ അവിടെ വലിയ ആ കൊടിമരത്തിന് ഇപ്പോൾ പറയുന്ന ഒരു ചിതലുണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം, അത് കോൺക്രീറ്റിൻ്റെ ആയിരുന്നു. അത് അത്തരത്തിലുള്ള ആരോപണം. അവിടെ 3.5 കോടി രൂപ ഒരു കമ്പനി, അത് ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി ഫിനിക്സ് ഇൻഫ്ര എന്നുള്ള കമ്പനി മുന്നോട്ട് തരുന്നു. അതിനുശേഷം 412 ഗ്രാം സ്വർണം ഭക്തരുടെ നിന്ന്, സുരേഷ് ഗോപിയും മോഹൻലാലടക്കമുള്ള സിനിമാ താരങ്ങളുടെ നിന്ന് 27 നിന്ന് മേടിക്കുന്നു. അതിൻ്റെ കണക്കുകളില്ല, അതിൻ്റെ 3 ഫോമുകളിൽ ചെയ്യേണ്ട കണക്കുകളില്ല. ഇത്തരത്തിൽ ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ നേരെ വരുമ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ സ്റ്റേജിൽ തന്ത്രിയുടെ ഒരു അറസ്റ്റിനെ ഇങ്ങനെ കാണിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസും CPM കാലാകാലങ്ങളായി ശബരിമലയെ കൊള്ളയടിക്കുകയാണ് ചെയ്തിരുന്നത്. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അതിനു മുൻപുള്ള ഒരു പാത്രക്കച്ചവടത്തിൻ്റെ കഥയുണ്ടല്ലോ, 1.8 crore ഒരു ജയകുമാർ എന്നുള്ളത്, ജയകുമാർ ആരുടെ ബന്ധുവാണെന്നുള്ളതും മായക്കറിയാം. പക്ഷേ മായ അത് പറയില്ല. ഇവിടെ രാഷ്ട്രീയത്തെ എങ്ങനെ നിങ്ങൾ മാറ്റിമറിക്കുന്നു? ഇപ്പോൾ കോൺഗ്രസ് വളരെ പണം കൊടുത്തുകൊണ്ട്, ഞാൻ അമൃത എന്ന് പറയുന്നില്ല, പക്ഷേ മറ്റ് മാധ്യമങ്ങളെ, പത്രദൃശ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ ഉയർത്തി കാണിക്കുന്നു. ഞങ്ങൾ നിരന്തരമായി ഇത്തരം സമരങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ മഹിളാ മോർച്ച ഇന്നും നാളെയൊക്കെയായിട്ട് സമരം ചെയ്യുന്നുണ്ട്. ഇത്തരം സമരങ്ങളെ വില കുറച്ച് കാണിക്കുകയും അത്തരം സമരങ്ങളെ കാണാതിരിക്കുകയും ചെയ്തുകൊണ്ട് തന്ത്രിയെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് കാണിക്കുന്നു. പക്ഷേ സതീശനോ മറ്റുള്ളവരോ എന്തോ പറഞ്ഞാൽ വലിയ കാര്യം ചെയ്യുന്നു. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഇഷ്യൂ നടക്കുന്ന, ഞാൻ ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് എൻ്റെ മാത്രം സംശയമല്ല, പൊതുജനത്തിൻ്റെ ഒരു സംശയമാണ്. അത് ഉയർന്നു വന്നതിന് പിന്നിലുമുണ്ട്. നമുക്കൊന്ന് 2019 ഒന്ന് മാറി ചിന്തിക്കാം. ശബരിമല യുവതീ പ്രവേശന സമയം, ആ വിഷയം നടക്കുന്ന സമയത്ത് അന്ന് ആരാണ് ഈ ആചാര ലംഘനത്തിന് കുടപിടിക്കുന്നവർക്കെതിരെ നിന്നത്? ആരാണ്? BJP-യാണ്. അന്നുണ്ടായിരുന്ന ആ ഒരു വീറും വാശിയും ഒന്നും ഇപ്പോൾ കാണുന്നില്ല എന്നാണ് ജനത്തിൻ്റെ സംശയം. അത്രയേ ഉള്ളൂ. സംഘടനാപരമായി പറഞ്ഞാൽ ഒരു പ്രശ്നവും കൂടി ഉണ്ട് അതിൽ. അന്ന് എടുത്ത കേസുകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരുടെ, നേതാക്കളുടെയും 1000 കേസുള്ള നേതാക്കളെയൊക്കെ എനിക്കറിയാം. 1000 ചില്ലാൻ കേസുകളുള്ള SGR കുമാർ, ഇപ്പോൾ സുരേന്ദ്രൻ അടക്കം, KS രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ഏതാണ്ട് 1000 ചില്ലാൻ കേസുകൾ. എത്രയോ പ്രവർത്തകരുടെ ജോലി പോയി. എനിക്കറിയാം, സബ് ഇൻസ്പെക്ടർ ടെസ്റ്റ് ചെയ്തിരുന്ന 2 പേരുടെ ജോലി പോയി ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അങ്ങനത്തെ 100 കണക്കിന് ഇഷ്യൂസ്.
ഇതെല്ലാം അനുഭവിച്ചിരുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും എല്ലാ മാസവും സമരം നടത്തണമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു സംശയവുമില്ല, യുവമോർച്ചയും മഹിളാ മോർച്ചയും ധാരാളം സമരം നടത്തിയിട്ടുണ്ട്. പത്രദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന സമരങ്ങളെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് വാശി പിടിക്കരുത്. സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. ഇത്തരം സമരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് തിരഞ്ഞെടുപ്പ് സമയങ്ങൾ കാരണം കൂടുതൽ കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നില്ല. അന്നൊരു സിംഗിൾ അജണ്ടയായിരുന്നു. അതിൻ്റെ പുറകിൽ ശക്തമായി NSSും അതുപോലെ സംഘടനകളുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടേറിയാൻ കുറേ കൂടി ദൃശ്യമാധ്യമങ്ങൾ വന്നിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് വൺ സൈഡഡ് അജണ്ട, ഒരൊറ്റ വിഷയമായിരുന്നു. അത് കാരണം അതിന് ധാരാളം പിന്തുണ കിട്ടിയിരുന്നു. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ വേണ്ടത്ര കിട്ടുന്നില്ല. നിങ്ങൾക്ക് എത്ര ഹെഡ്ലൈൻ വന്നിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരത്തിനെയും കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ തീവ്രമായി BJPയും BJPയുടെ പ്രവർത്തകരും ഇത്തരം അനീതിക്കെതിരെയുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന തട്ടിപ്പ്. ഇതിന് മുൻപ് തന്നെ ശബരിമല വിഷയത്തിൽ കുറിപ്പ്, അത് ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ കുറിപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള തട്ടിപ്പും കുറച്ച് തെറ്റുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. SITയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പുള്ള മുഴുവൻ ഒരു 3-4 ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കുന്നു. ഇതെന്താ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തത്? അതായത് സംസ്ഥാനത്തെ ഹൈക്കോടതിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളും നിരന്തരമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ശക്തമായ തെറ്റുകളുണ്ടായിരിക്കുന്നു, വലിയ പിഴവുകളുണ്ടായിരിക്കുന്നു. SITയുടെ ഭാഗത്ത് നിങ്ങൾക്കറിയാമല്ലോ, ചിലവരെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രം വാർത്ത വരും, ചിലരെ ചോദ്യം ചെയ്യുമ്പോൾ വാർത്ത വരില്ല. ഇത്തരം SIT എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് 4 ദിവസത്തിന് ശേഷമാണ് എല്ലാം അറിയുന്ന മാധ്യമ പ്രവർത്തകർ വരെ അറിഞ്ഞത്. അല്ല, അതൊക്കെ കൃത്യമായി വാർത്തകൾ ചോർത്തി കൊടുക്കുന്ന രീതികൾ ആ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുകൊണ്ട് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരു പരിധിവരെ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് കൃത്യമായി സംസ്ഥാനത്തെ ഇരുമുന്നണികളും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ശബരിമലയെ പൂർണ്ണമായും തങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ വിറ്റുന്ന കൊള്ളക്കാരുടെ ഭാഗമായി മാറിയിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അതിനു മുൻപ് നടന്ന അയ്യപ്പ സംഗമം കൊള്ളയായില്ലേ പൂർണ്ണമായിട്ടും? അതിനെ ഒരു സാമ്പത്തിക കൊള്ള മാത്രമല്ല, നോക്കൂ, തത്വമസി എന്നുള്ള ഒരു സന്ദേശം, അതൊരു സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള ഒരു സന്ദേശമാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന DMK. സനാതനധർമ്മം പൂർണ്ണമായി വൈറസാണ്, നശിപ്പിക്കണമെന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിനെ വിളിച്ചിട്ട് അയ്യപ്പൻ്റെ ഖ്യാതി പരത്താൻ. അയ്യപ്പന് ഖ്യാതി വേണമല്ലോ. അല്ല, വിളിച്ചു നോക്കിയല്ലോ. അവർ വരാതിരുന്നത് നമ്മളുടെ ഭാഗ്യം, അല്ലെങ്കിൽ അതും കൂടെ കാണേണ്ടി വന്നേനെ. അപ്പോൾ ഇത്തരത്തിൽ അയ്യപ്പൻ്റെ ഖ്യാതി പരത്തുവാനെന്ന് പറഞ്ഞുകൊണ്ട് 4000 പേർക്ക് അരവണയും പിന്നെ 1 കിലോ ചന്ദനമുട്ടിയും കൊടുത്തതുവരെ അടിച്ചു മാറ്റിയ ആളുകളാണ് ഇന്ന് പറയുന്നത് ഞങ്ങൾ ശബരിമല രക്ഷിക്കുന്നു. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇവർക്ക് ഇത്രയൊന്നും ചിലവുണ്ടാവില്ലായിരുന്നല്ലോ. നമുക്കറിയാം, ശബരിമലയിൽ കുറേ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാനായിട്ട് ബന്ധപ്പെട്ട്. ഏതാണ്ട് നിലയ്ക്കലിൽ 110 ഏക്കറും അതുപോലെ തന്നെ ഹെക്ടറും ശബരിമലയിൽ ഏതാണ്ട് 12 ഹെക്ടറും വനഭൂമി നൽകണം. ഇതിൽ വനഭൂമി നൽകാൻ മറ്റു വല്ല ബുദ്ധിമുട്ടുണ്ട്. അത് അപ്പുറത്ത് കൊടുത്താൽ മതി വനഭൂമി എന്നുള്ള കാര്യം. ഇപ്പോൾ കേബിൾ വരുത്താനായിട്ട് 2 ഏക്കർ അപ്പുറത്ത് മാറ്റി കൊടുത്ത് ദിവസങ്ങൾ കൊണ്ട്. ഈ നിലയ്ക്കലുള്ള ഇത് പ്ലാന്റേഷൻ ഭൂമിയാണല്ലോ. ആ ഭൂമി വരെ കൊടുക്കാനായിട്ട് ശബരിമലയിൽ വികസനത്തിന് കൊടുക്കാനായിട്ട് ശ്രീ പിണറായി വിജയന് ഒരു സിഗ്നേച്ചർ ചെയ്താൽ പോരെ? പക്ഷെ അതുപോലും കൊടുക്കാതെ അയ്യപ്പ സംഗമം നടത്തുകയും അതിന് 3 കോടി നടത്തുകയും അത് ഉരാലുങ്കലിന് കൊടുക്കുകയും ചെയ്യുന്ന തട്ടിപ്പ് വരെ ഇവിടെ നടക്കുന്നു. എന്നിട്ടും കരുവന്നൂർ ബാങ്കിൽ അവർ വിജയിക്കുന്നു. ഇത് ആണ് നമ്മൾ കേരളത്തിൽ കാണേണ്ടത്. ഇത് വളരെ ശക്തമായ രീതിയിൽ അവർ പിടിമുറക്കിയിരിക്കുന്നു. അത് എങ്ങനെയാണത് ഈ കേരളത്തെ രക്ഷിക്കേണ്ടത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇടതുമുന്നണിയും കോൺഗ്രസും ഒരേപോലെ ശബരിമലയെ ഒരു കൊള്ള ചെയ്യുവാനുള്ള ഒരു പക്ഷേ CPM പറയുന്നത് നേരെ തിരിച്ചാണ്. ഈ ശബരിമല വിഷയം എടുത്താൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ചർച്ചയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേ CPM പ്രതിനിധികൾ പറയുക, ആ വിഷയത്തിൽ കോൺഗ്രസും BJPയും ഒരേ നയങ്ങളാണ് പാലിക്കുന്നതെന്നാണ് പറയുക. ഏത് വിഷയത്തിൽ? ശബരിമല വിഷയത്തിൽ. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഒരു തെറ്റ് ഒരാൾ തല്ലണ കണ്ടു കഴിഞ്ഞാൽ അത് ബാക്കി പുറത്ത് നിൽക്കുന്ന ഈ തല്ലുന്നവനൊഴിച്ചിട്ടുള്ള ബാക്കി എല്ലാവരും ഇത് തെറ്റാണെന്നല്ലേ പറയുള്ളൂ. അതൊരു നയമല്ലേ ആവുള്ളൂ. അതിൽ 2 നയം എങ്ങനെ ആവുന്നത്? അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ ജനത്തിന് അങ്ങനെ ഒരു സംശയം വന്നത്. ഈ തന്ത്രിയുടെ വിഷയം വന്നപ്പോഴേ കോടതി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു. യുവതീ പ്രവേശന സമയത്ത് കൂടെ നിന്നിരുന്ന, ശബരിമലയ്ക്കൊപ്പം ഭക്തർക്കൊപ്പം നിന്നിരുന്ന BJPയെ കാണുന്നേയില്ല. ആകെ കേട്ടത് ശ്രീ ശ്രീധരൻപിള്ള മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വന്ന ചില വരികളാണ്. അതും അദ്ദേഹം പിന്നീട് പറയുന്നത് കേട്ടു. അത് യുവതീ പ്രവേശന സമയത്തെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിയമോപദേശം ചോദിച്ചു തന്ത്രി. ആ കാര്യമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിഷയമേ അല്ല കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഏലും തന്ത്രിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ ബി ജെ പി. തള്ളി പറഞ്ഞില്ല. വർഷങ്ങളായി ബി ജെ പിക്ക് ബന്ധമുള്ള വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്തരം തെറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിയമത്തിൻ്റെ വഴിയിൽ പോട്ടെ എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ഏത് രീതിയിലുള്ള ഒരു തീരുമാനത്തിൻ്റെയും ആത്യന്തികമായി ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും തെറ്റുകാരനല്ല എന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല അദ്ദേഹത്തിനെതിരെ ഇന്ന് ആരോപിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണോ ആചാര ലംഘനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തത്, അവിടെ നടക്കുന്ന പതിറ്റാണ്ടുകളായി നടക്കുന്ന ആചാരങ്ങളെ തകർത്തുകൊണ്ട് ശബരിമലയെ തകർക്കുവാൻ, അതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിപ്പോൾ അതിൻ്റെ ഒരു ക്രോണോളജി നോക്കൂ. ശബരിമലയിൽ അരവണയിൽ എലിയുടെ വാല് കിടക്കുന്നു. അതുപോലെ തന്നെ അവിടെ അതിനു മുമ്പ് ഒരു നടി അകത്ത് കയറി അയ്യപ്പൻ്റെ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നു. ഇതെല്ലാം വർഷങ്ങളായി നടക്കുന്നത് ഏത് ഭരണകാലഘട്ടത്തിലാണ്? എങ്ങനെയാണ് കൃത്യമായി ശബരിമലയെ തകർക്കുവാൻ ഒരു പ്രത്യേക ഭരണകാലഘട്ടം വരുമ്പോൾ മാത്രം ഇത്തരം ദുരാരോപണങ്ങൾ വരുന്നതും ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നതും അവിടുത്തെ പണങ്ങൾ മോഷ്ടിക്കുന്നതും അവിടുത്തെ സ്വർണം മോഷ്ടിക്കുന്നതും അവിടുത്തെ സ്ത്രീ പ്രവേശനം നടത്തുന്നതും എല്ലാം ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്? കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ അത് കൊടിമരത്തിൻ്റെ മോഷണവും ചെറിയ ഇപ്പോൾ മീശമാധവനിലെ കളവിനെ പോലെ അവിടുത്തെ ചെമ്പും പാത്രമൊക്കെ വിൽക്കുന്നു. ഇത്തരത്തിൽ ക്ഷേത്രത്തിനെ തകർക്കുവാനും അതിൻ്റെ ആചാരങ്ങളെ തകർക്കുവാനും അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റുവാനും CPM നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സംശയവും എല്ലാവർക്കും മാറാൻ പറ്റില്ല.